രാജു, ഏത് മാളത്തിൽ ചെന്ന് വിളിച്ചാലും ബാലൻ നിന്നെ കണ്ടുപിടിക്കാതിരിക്കില്ല. വിചാരിച്ച എന്റെ ഒക്കെ കൂലി നീ എനിക്ക് പണ്ടേ തന്നില്ലേ രാജു? വേണ്ടത്ര. ഇത് കണാരേട്ടന് വേണ്ടി, ഇതെന്റെ രാജിമോക്ക് വേണ്ടി. ഇതെനിക്ക് വേണ്ടി. ഒരു കണക്ക് തീർത്തു. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ ശ്രീധരം ജാനകി നായകം രാമചന്ദ്രം ഭജേ അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധിയാരം ഇന്ദിരാമന്ദിരം ചേതസാ സുന്ദരം ദേവകീ നന്ദനം വാസുദേവം ഭജേ.
കൊച്ചൂട്ടിയെ വിസ്തരിച്ച പിന്നെ മതി. ആദ്യം തൊട്ട് കൂട്ടാൻ വല്ലോണ്ടെങ്കിൽ താ. കഴിക്കാറായിരിക്കണോ? ഇനി വേറെ വിസ്തരിക്കാൻ നിക്കണ്ടച്ചാ. ഇനി രാത്രി മുഴുവൻ അയ്യോ ആവൂന്ന് ഒച്ചയിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങും അച്ഛൻ. രാഘവൻ അടിവാരത്തുനിന്ന് കൊണ്ടുവന്ന നല്ല സാധനം ആയതുകൊണ്ട് ഒരു ലേശം എടുക്കണമെന്നേ ഉള്ളൂ. എന്ന് ലേശായിട്ടാണ് തുടങ്ങല്. രാഘവേട്ടന്റെ തുണക്കിരിക്കണോന്ന് പറയാൻ ഇപ്പൊ ഒരു ന്യായം ഉണ്ടല്ലോ അച്ഛന്. ആ, അടിവാരത്ത് പോണോന്ന് എന്തേ പറയാഞ്ഞേ? എനിക്ക് ചില സാധനങ്ങൾ വേണ്ടിയിരുന്നു. പോണോ ഉദ്ദേശിച്ചില്ല. ഇറങ്ങുമ്പോ നാളെ അങ്ങാടി പോണുണ്ട്. ആ, പപ്പടം തീർന്നു. ഒരു വാരസോപ്പും വേണം. പിന്നെ വേറൊന്നും വേണ്ട. തെക്കേമലയിൽ ആരാച്ച തീയിട്ടിരിക്കണ്? എവിടെ? കരിക്കച്ചവടക്കാര് കേറി കേറി ഇവിടെ എത്തിയോ? ഇവിടെ കരിക്കാൻ എവിടെ മരം? ഞാനൊന്ന് നോക്കിട്ട് തരാം നാണോട്ടാ. അതാ ഇരുളര് വല്ലതും ചുട്ടു തന്നെയാവും. താ ഇരിക്കടോ. ബ്ലോക്ക് ഓഫീസിൽ അറിഞ്ഞു കൊടുത്തില്ലേ? കൊടുത്തില്ല. വിവരം അന്വേഷിച്ചു. സർക്കാർ പല വകുപ്പിലും തരണ്ടെന്ന് റേഡിയോക്കാര് കാർഷിക രംഗത്തിൽ പറയണ്ടല്ലോ. എന്തിനാ വേണ്ടാന്ന് വെക്കണേ? ഇപ്പൊ ഇതിനൊക്കെ അടിവാരം വരെ പോയാ മതിയല്ലോ. ഞങ്ങള് കൃഷി തുടങ്ങിയ കാലത്ത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പാലക്കാട്ട് തന്നെ പോണം. ഇരിക്കടോ. അച്ഛൻ നിത്യം കൂട്ടിന് വിളിച്ചിരുത്തി ഇപ്പൊ രാഘവേട്ടനും ഇതൊരു പതിവാക്കിയല്ലേ? എന്നും നാണോട്ട് സ്വന്തം കൃഷിയില്ലേ കഴിക്കണേ. ഒന്ന് സ്വാദ് മാറട്ടെ വെച്ചിട്ട് ഇത് വാങ്ങി. പേരെന്ത് പറഞ്ഞാലും ഇത് കരിമ്പൻ ചെണ്ടി തന്നെയാ. കാശ് അധികം കൊടുക്കണമെന്നൊരു വ്യത്യാസം മാത്രം അല്ലേ രാഘവ? അച്ഛാ, രാഘവേട്ടന്റെ കയ്യിൽ കാശ് കൊടുത്തയക്കണം, മറക്കണ്ട. പപ്പടം, സോപ്പ് അത്രയല്ലേ ഉള്ളൂ. കണക്ക് പിന്നെ തരാം. ഇന്നാളും രാഘവേട്ടന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ ചെലവായിട്ടുണ്ട്. അച്ഛനത് കൊടുത്തോ? കണക്ക് ചോദിച്ചോ? തുടങ്ങി അവളുടെ ഒരു കണക്ക്. ഇങ്ങനെ നുള്ളു നുറുങ്ങ കാര്യങ്ങൾക്ക് കണക്ക് പറയുന്ന ഒരു ചേപ്പറയല്ലേ കൊച്ചൂട്ടി? അന്യന്മാരല്ലല്ലോ. കൊച്ചൂട്ടി പേടിക്കണ്ട, ഒന്നിച്ചൊരു കണക്ക് തരാം. അങ്ങനെയല്ല നോക്കിയാൽ ഞാൻ ഇവിടുന്ന് കഞ്ഞിയും ചോറും കഴിക്കണേന് കണക്ക് വയ്ക്കേണ്ടി വരുമല്ലോ. അത് വ്യത്യാസമുണ്ട്. രാഘവേട്ടന് അനുഭവം എടുക്കാറായിട്ടില്ലല്ലോ. അപ്പൊ കാശിന് ആവശ്യം ഉണ്ടാവും. അതുകൊണ്ടാ പറയണേ. കാശ് വരും പോവും. ഞാനത്ര സാരാക്കാറില്ല. ചോറിന്റെ ഏർപ്പാട് നോക്കിക്കോ. എടോ, ഇത് സാധനം നന്ന്. അവരാച്ചൻ ഇത് മാത്രമേ കഴിക്കൂ എന്ന് പറയുന്നത് വെറുതെ അല്ല. അവരാച്ചന് 6 മാസത്തിൽ 50,000 60,000 കിട്ടുമ്പോ ഇതൊക്കെ ആവാം. അത് കണ്ട് അച്ഛൻ ഇവിടെ കിടന്ന് തുള്ളിയാലുണ്ടല്ലോ. മുൻകോപം. ഇവളുടെ അമ്മയുടെയും സ്വഭാവം ഇങ്ങനെ തന്നെയായിരുന്നു.